ഗുഹ്യഭാഗങ്ങളിൽ ചൊറിച്ചിലുണ്ടാവുന്നത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു രോഗമാണ്. ദിവസത്തിൽ ഒരു പ്രിസ്ക്രിപ്ഷനെങ്കിലും എഴുതാത്ത ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവില്ല. അത്രയ്ക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു രോഗമാണ് ഈ ചൊറിച്ചിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ്, സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെൻറ്റർ തൃശ്ശൂരിൽ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ചൊറിച്ചിൽ മിക്ക പേഷ്യൻസും വിചാരിക്കുന്നത് ആദ്യമായിട്ട് വരുമ്പോൾ, അയ്യോ ഡോക്ടർ ഇത്രയും കാലം എനിക്കുണ്ടായിരുന്നില്ല, ഇപ്പം എന്താ എനിക്ക് വന്നത്, ഞാൻ ആ അണ്ടർവെയർ യൂസ് ചെയ്യാഞ്ഞിട്ടാണോ, ഈ ഡ്രസ്സ് മാറ്റിയിട്ടിട്ടാണോ, എനിക്ക് അലർജിയാണോ, അലർജിയുടെ മരുന്ന് തരുമെന്ന് പറയും. പക്ഷെ നോ, മിക്ക രോഗികൾക്കും, വലിയൊരു ശതമാനം രോഗികൾക്കും ഇത് ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ കാരണമാണ് ഈ ചൊറിച്ചിൽ വരുന്നത്. അതിനുള്ള ഓയിൻമെൻറ്റ് മതിയാവോളം പുരട്ടി കഴിയുക, അതിനുള്ള മരുന്ന് കഴിക്കുക, ഇതെല്ലാം ചെയ്താൽ അത് മാറും. ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യും? ഇത് ഈർപ്പം നല്ലോണം ഉള്ളൊരു സമയത്താണ് ഇത് വരുന്നത്. അപ്പം നമ്പർ 1, ഈർപ്പം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ആ ഏരിയ ഡ്രൈ ആയിട്ട് വെക്കുക, അവിടെ പൗഡർ ഇട്ട് വെക്കുക. അവിടെ നമ്മൾ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് അങ്ങനെ ഡ്രസ്സ് ഇടാതെ അവിടെ നിന്ന് ഡ്രൈ ആക്കിയിട്ട് പിന്നെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് മാറും. രോഗം മാറിക്കഴിഞ്ഞിട്ട്, ചൊറിച്ചിൽ മാറിക്കഴിഞ്ഞിട്ട് പിന്നെയും 15 ദിവസം ഓയിൻമെൻറ്റ് പുരട്ടി കഴിഞ്ഞാൽ ഈ അണുക്കൾ, ഫംഗസിൻ്റെ കുട്ടികളുടെ കുട്ടികളൊക്കെ മരിക്കുള്ളൂ. അപ്പോൾ അത് ഫുൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക, മരുന്ന് കഴിക്കുക. നമ്പർ 3, പലപ്പോഴും യോനിയിൽ ട്രൈക്കോമോണാസിസ്, ബാക്ടീരിയ, ഫംഗസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ യോനിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കാം പുറത്തേക്കും ചൊറിച്ചിലായിട്ട് വരുന്നത്. അപ്പോൾ യോനിയിലേക്കുള്ള പറ്റിയ ഗുളികകളും ഉള്ളിൽ വെക്കുന്ന ഗുളികകൾ, കഴിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നത് നന്നായിരിക്കും. നമ്പർ 4, നമ്മളുടെ ശരീരത്തിൽ ചെറുത്ത് നിൽപ്പ് ശക്തി നല്ലോണം കുറവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തൈര്, പച്ചക്കറികളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലത്തെ ബാക്ടീരിയ തന്നെ ഈ ഫംഗസിനെ എതിർക്കാൻ ഉപയോഗപ്രദമാവും. നമ്പർ 5, നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്ന് നോക്കാനുള്ളൊരു അവസരമാണ്. പ്രത്യേകിച്ച് മധ്യവയസ്കരിൽ ഇത് വരുമ്പോൾ പെട്ടെന്ന് ഡയബറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക. ഡയബറ്റീസ് ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ, മാങ്ങയും ചക്കയുടെയൊക്കെ സീസൺ ആണെങ്കിൽ പ്രത്യേകിച്ചും ആ ഷുഗർ ലെവൽ കൂടിയിട്ടുണ്ടെങ്കിലാണ് ഈ ഫംഗസ് ലെവൽ വരിക. നമ്പർ 6, നമ്മൾ ഒരുപാട് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ, മൂത്രത്തിലെ പഴുപ്പോ, നമ്മൾ ചൊറിച്ചിലും പഴുപ്പ് എന്ന് പറയുന്നതല്ല, ശരിക്കുള്ള മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ ബാക്ടീരിയം, പസ്സൊക്കെ ഉള്ളതിന് ഒരുപാട് ആൻറ്റിബയോട്ടിക്, ചുമയ്ക്ക് കുറേ ആൻറ്റിബയോട്ടിക് കഴിച്ചാലും ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ വരും. ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ചുരുക്കത്തിൽ പേടിക്കേണ്ട ഒന്നല്ല, ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ക്ലീൻലിനെസ്സിൻ്റെ ക്ലീൻ ആക്കിയിരിക്കാഞ്ഞിട്ടാണ് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു വേർപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മളുടെ. എത്ര വൃത്തിയായാലും അത് വന്നുകൂടായി ഒന്നുമില്ല. പക്ഷേ 1-2 തവണ കുളിക്കുക, ഇടയ്ക്കിടയ്ക്ക് അണ്ടർവെയർ മാറ്റുക, ഇതെല്ലാം നല്ലതാണ്. വേറൊരു കാര്യം ചെയ്യാവുന്നത്, അണ്ടർവെയർ നമ്മൾ ഒരു ആഴ്ച ഒറ്റ വെച്ചിട്ട് ഉള്ളത് ഒന്ന് അയൺ ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അത് 10 ദിവസം 4-5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ യൂസ് ചെയ്താൽ മതി. ആദ്യം എടുക്കുന്നത് അതൊരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് മാറി, ഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഉള്ള ഒരു സെറ്റ് അങ്ങനെ മാറ്റി പുതിയൊരു സെറ്റ് വരിക. ഇതെല്ലാം ഇത് പിന്നെയും വരാതിരിക്കാൻ ഉപയോഗപ്രദമാവും. ഇനി പലപ്പോഴും ഈ ചൊറിച്ചിൽ ഫംഗസ് അല്ല, നീറുന്നു എന്നും പറഞ്ഞ് വരുന്ന പേഷ്യൻസിന് നമ്മൾ നോക്കുമ്പോൾ ഇത് ഹെർപ്പിസ് സിംപ്ലെക്സ് ആണ്. വേറെ പല ഡോക്ടേഴ്സും ഫംഗസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇവർ തന്നെ ഫംഗസിൻ്റെ ഓയിൻമെൻറ്റ് പുരട്ടി നോക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് മാറാണ്ട് നമ്മൾ നോക്കുമ്പോഴാണ് അവിടെ നല്ല ചുവന്ന കുരുക്കളും അതിങ്ങനെ ഒലിച്ചു പോകുന്നതോ അല്ലെങ്കിൽ റെഡ് കളർ കാണും, നല്ല നീറലുണ്ടാവും. ഇത് ഹെർപ്പിസ് സിംപ്ലെക്സ് എന്ന് പറയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. അതിനും മരുന്ന് കൊടുത്താൽ മാറും, പേടിക്കാനൊന്നുമില്ല. പക്ഷേ രോഗികൾക്ക് ഭയങ്കര പേടിയാണ്. ആ ഗുപ്തഭാഗത്ത് എന്ത് വന്നാലും ഭയങ്കര പേടിയാണ്. എന്തുകൊണ്ട് വന്നു എന്ന് പറയും. നമുക്കിപ്പോൾ ചുമയും പനി വന്നാൽ നമ്മൾ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നില്ല. കാലുമ്പിൽ ചിരങ്ങ് വന്നാൽ നമുക്ക് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നില്ല. നമുക്ക് ന്യൂമോണിയ വന്നാൽ പോലും നമ്മൾ എന്തുകൊണ്ടെന്ന് ചോദിക്കില്ല. ഈ കോവിഡ് കാലമാണ്, കോവിഡ് കൂടി വരുന്നുണ്ട്, അപ്പോഴും നമ്മൾ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നില്ല. പക്ഷേ ഗുപ്തഭാഗങ്ങളിൽ എന്ത് വന്നാലും നമ്മൾ എന്തുകൊണ്ട്, അയ്യോ വൈ മീ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അത് ഈ ആശങ്ക നമുക്കൊരാവശ്യമില്ല. ഗുപ്തഭാഗങ്ങളിലാണെങ്കിലും അത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഒരു മരുന്ന് കൊണ്ട് അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ രോഗത്തിൻ്റെ ഡയഗ്നോസിസ് അല്ല തെറ്റ്, മരുന്ന് മാറ്റി വേറെ മരുന്ന് കൊടുക്കാവുന്നതാണ്. അത് ഫംഗസ് ആണെങ്കിലും അതെ, ഫംഗസ് ചിലപ്പോൾ ഓരോ ഓയിൻമെൻറ്റ് പരട്ടിയിട്ട് മാറുന്നില്ലെങ്കിൽ അയ്യോ ഇത് ഫംഗസ് അല്ല എന്ന് പറയും. അങ്ങനെയല്ല, അപ്പോൾ വേറെ ഓയിൻമെൻറ്റ് പരട്ടി നോക്കാം. ഹെർപ്പിസ് ആണെങ്കിൽ ഒരു ഗുളിക കഴിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞു, എന്നാൽ മുഴുവൻ മാറുന്നില്ല.
അങ്ങനെയാണെങ്കിൽ വേറെ ഗുളിക കൊടുത്ത് നോക്കാം. അപ്പോൾ ഡയഗ്നോസിസിനെ മാറ്റുന്നതിന് പകരം മരുന്നിനെയും മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഫംഗസ് ആണെങ്കിലും ഹെർപ്പിസ് ആണെങ്കിലും ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതല്ലെങ്കിൽ ഇനി നമ്മൾ ലൈക്കൻ സ്ക്ലീറോസിസ് അങ്ങനെ വേറെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ മോയ്സ്ചർ കുറയുമ്പോഴോ ഈസ്ട്രജൻ കുറയുമ്പോഴോ ഒക്കെ ഒരു ഇച്ചി സെൻസേഷൻ വരും. അവർക്ക് വേറെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. അട്രോഫിക് വെജൈനൈറ്റിസ്, അതിനുള്ള ഈസ്ട്രജൻ ക്രീം പുരട്ടാൻ പറ്റും. എന്നിരുന്നാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് ചികിത്സിക്കാവുന്നൊരു കാര്യമാണ്. ഒരിക്കലും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമല്ല. നന്ദി, നമസ്കാരം.